തേജോദീപകം ജീവദായകം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള തിരുവചന വാഗ്ദാനം ഒരു പൊതു ശീർഷകമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് വിചിന്തന വിഷയമാക്കുകയാണല്ലോ ഈ ഒരു വചന പരമ്പരയിലൂടെ. അതിൻ്റെ 86-ാമത്തെ സെഷനിലേക്ക് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷൻ നമ്മൾ കാണുകയുണ്ടായി, ദാവീദ് പൈശാചിക അരുവികളുടെ മേൽ വലിയ ഭൂതോച്ചാടന പവറുള്ള ആളായിരുന്നിട്ട് പോലും അവസാനം വന്നപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ സാത്താൻ കെണിവെച്ച് ഒരു പതനമുണ്ടാകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതേപറ്റി നമ്മൾ ചിന്തിച്ചപ്പോഴും മനസ്സാക്ഷിയുടെ രൂപീകരണം ത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കാണുകയായിരുന്നു. മനസ്സാക്ഷിയിലാണ് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് പറ്റുക. കാറിൻ്റെ പിറകിലും സൈഡുകളിലുമൊക്കെ സെൻസറുകൾ പിടിപ്പിക്കുന്ന രീതി ഇപ്പോഴുണ്ടല്ലോ. വണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈവറൊക്കെ അറിയാം, ഓരോ സൈഡിലേക്ക് എടുക്കുമ്പോഴോ ബാക്കിലേക്ക് എടുക്കുമ്പോഴോ എന്തെങ്കിലും അപകട സാധ്യത, അത് കാറിൻ്റെ ഉള്ളിൽ മുന്നറിയിപ്പ് സൗണ്ടുകളായിട്ട് ബീപ് 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 സൗണ്ടായിട്ട് ഡ്രൈവർക്ക് കിട്ടും. ഡ്രൈവറെ ശ്രദ്ധിച്ച് നീങ്ങണം. അപ്പം രണ്ട് കാര്യം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ സെഷനിൽ. ഒന്ന്, ഈ സെൻസറുകൾ ആക്റ്റീവ് ആയിരിക്കണം, പ്രവർത്തനക്ഷമമായിരിക്കണം. രണ്ട്, ആ സെൻസറുകൾ ശ്രദ്ധിക്കാനുള്ള ജാഗ്രത ഡ്രൈവർക്കുണ്ടാവണം. ഇത് രണ്ടും എടുത്ത് പോകാമെങ്കിൽ അങ്ങനെയുള്ളൊരു കാറ് പോയി തട്ടിമുട്ടിയും അപകടം ഉണ്ടാകാതെ നീങ്ങാനായിട്ട് പറ്റും. നമ്മൾ ദാവീദിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, ദാവീദ് ഇതുപോലെ അഭിഷേകത്തിൽ വന്ന ആളായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി ഒരു സ്റ്റേജ് വന്നപ്പോൾ വളരെ ഒരു സെൻസറുകൾ കേടായി, അല്ല ചെളി അടഞ്ഞ് പ്രവർത്തിക്കുന്നില്ലാത്തതായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ പോലെ മനസ്സാക്ഷി അധപ്പതിച്ച ഒരവസ്ഥ ദാവീദിനുണ്ടാവുകയാണ്. അത് എങ്ങനെയാണ് നമുക്ക് ബൈബിളിലേക്ക് നോക്കുമ്പോൾ എവിടെയാണ് അതേപ്പറ്റി പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് നമുക്ക് ദാവീദിൻ്റെ ഈ സംഭവങ്ങൾ ഈ പറഞ്ഞ 2 സാമുവേൽ 7, 8, 9, 10 അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് കാണാനായിട്ടില്ല. എങ്കിലും 11-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ ചില പെരുമാറ്റങ്ങൾ, രീതികൾ നിരീക്ഷിക്കുമ്പം നമുക്കതിൻ്റെ ശക്തമായ വ്യക്തമായ സൂചന കിട്ടുന്നുണ്ട്. സാമുവേൽ 2-ാം പുസ്തകം 11-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ദാവീദും ബത്ശബായും എന്നൊരു ഹെഡിങ്ങാണ് അവിടെ നമ്മൾ വിവർത്തകർ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാനുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോന്യരെ തകർത്ത് റബ്ബ നഗരം വളഞ്ഞു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. ഇങ്ങനെ പറഞ്ഞാണ് അധ്യായം ആരംഭിക്കുന്നത്. അടുത്ത വസന്തത്തിൽ, വേനൽക്കാലത്ത്, മഴക്കാലം എല്ലാം മാറി, മഞ്ഞുകാലം എല്ലാം മാറി, രാജാക്കന്മാർ യുദ്ധത്തിന് പോകാനുള്ള സമയത്ത് യുദ്ധവുമായിട്ട് ഇറങ്ങി ശത്രുക്കളെ കീഴ്പ്പെടുത്താനും രാജ്യം വിസ്തൃതമാക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയുള്ള നടപടികൾ രാജാക്കന്മാർക്കിടയിലുണ്ടല്ലോ. അതിനുള്ള അവസരമാണ് വസന്തകാലം. അപ്പം അങ്ങനെ പോകാനുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും സേവന്മാരെ അയച്ചു. യോവാബ് തൻ്റെ സൈന്യാധിപനാണ്, സേവന്മാർ ഭടന്മാരാണ്, ജോലിക്കാരാണ്. അപ്പോൾ ദാവീദാണ് രാജാവ്. രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് രാജാവാണ്, വലിയ പോരാളിയാണ്, വീരപരാക്രമിയാണ്, നല്ല യുദ്ധ നിപുണനാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും ദാവീദ് യുദ്ധത്തിന് പോകുന്നില്ല. അദ്ദേഹം തൻ്റെ സൈന്യാധിപനെയും സൈന്യത്തെ അയച്ചു. അത് മതി, രാജാവ് പോകുന്നതിന് തുല്യം തന്നെയാണ് സൈന്യാധിപന് പോകുന്നത്. എങ്കിലും ഈ വചനം ആരംഭിക്കുമ്പം രാജാക്കന്മാർ യുദ്ധത്തിന് പോകാനുള്ള സമയത്ത് എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് രാജാവായ ദാവീദ് പോയില്ല എന്നുള്ള സൂചന വരുന്നത്. അപ്പം സൈന്യം പോയി അമ്മോന്യരെ തകർത്ത റബ്ബ നഗരം വളഞ്ഞു. നിർണായകമായ യുദ്ധം നടക്കുകയാണ്. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു, കൊട്ടാരത്തിൽ താമസിക്കുകയാണ്. അതെന്ത് പറ്റി ദാവീദ് യുദ്ധത്തിന് പോകാത്തത്? ഇവർ യുദ്ധത്തിന് പോകുമ്പം കർത്താവിൻ്റെ വാഗ്ദാന പേടകവും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം യുദ്ധത്തിന് സഹായമായിട്ട്, ശക്തിയായിട്ട്, സംരക്ഷണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാഗ്ദാന പേടകമായിട്ടാണ് പോകുന്നത്. വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇസ്രായേൽക്കാർക്ക് ഏറ്റവും അമൂല്യമാണ്, നമുക്കറിയാം, ഏറ്റവും വിലയേറിയത്. അതിന് പകരം വേറെ ഒന്നുമില്ല. ദാവീദ് രാജാവായിട്ട് ചുമതലയേറ്റ് കഴിഞ്ഞ്
ഫിലിസ്തരെയൊക്കെ തോപ്പിച്ചിട്ട് അവർ നേരത്തെ തട്ടിക്കൊണ്ട് പോയിരുന്ന വാഗ്ദാന പേടകം തിരിച്ചു പിടിച്ച് കൊണ്ടുവരുന്ന രംഗം നമ്മൾ മുൻ സെഷനിൽ കണ്ടതാണ്. 6-ാമത്തെ അധ്യായത്തിൽ ഇതേ പുസ്തകം തന്നെ. ദാവീദ് എന്തുമാത്രം തന്നെ തന്നെ എളിമപ്പെടുത്തി ഒരു അരക്കച്ച മാത്രം ധരിച്ച് സർവശക്തിയോടും കൂടെ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം കൊണ്ട് നമ്മൾ കണ്ടു. അതേപ്പറ്റി ഒരു ഭാര്യ ആയ മിഖാൽ വന്ന് നിന്ദ പറയുമ്പോൾ ദാവീദ് നല്ല ചൊട്ട മറുപടി കൊടുത്ത്, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തിയത് അവിടുത്തെ മഹത്വത്തിനോട് ഞാൻ ഇതിനേക്കാൾ ഇനിയും കൂടുതൽ സ്വയം നിന്ദിതനാകും എന്നുള്ള ചൊട്ട മറുപടി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ഏതാനും നാളുകൾ ഇപ്പോൾ കടന്നുപോയി, ഒരു 3-4 അധ്യായങ്ങൾ കടന്നു പോകുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. പക്ഷേ മാസങ്ങളോ വർഷങ്ങളോ കടന്നു പോയിട്ടുണ്ടായിരിക്കാൻ ആ സാധ്യത. എന്തുകൊണ്ടാണെന്ന് ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടെ ദാവീദ് ഇപ്പോൾ വാഗ്ദാന പേടകമായിട്ട് ഇവർ യുദ്ധത്തിന് പോയിരിക്കുന്നു. ദാവീദ് പോകുന്നേയില്ല. കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ ജെറുസലേം നഗരത്തിൽ നിന്ന് ദേവാലയ ഭാഗത്തു നിന്ന് ഇല്ലെന്നായി മാറി ശത്രുക്കളുടെ നടുവിൽ യുദ്ധക്കളത്തിലാണ്. ഇല്ലെങ്കിൽ ശത്രുക്കളെ കീഴ്പ്പെടുത്തി വാഗ്ദാനം തട്ടിക്കൊണ്ട് പോകാം. അത് സംഭവിക്കാൻ പാടില്ല. അതിൻ്റെ നൊമ്പരം ജാഗ്രത ദാവീദിന് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ എന്തോ ദാവീദിനൊന്നും ഉണ്ടാകുന്നില്ല. ദാവീദ് ജെറുസലേമിൽ താമസിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതുപോലെ തിരക്ക് പിടിച്ച ജോലി തിരക്കുകളുണ്ട്, വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അതുകൊണ്ട് പോകാത്തതാണോ? 2-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ആ ഒരു വാക്യം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത് നമുക്കറിയാം. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് രാത്രിയിലെ വിശ്രമം കഴിഞ്ഞിട്ട് രാവിലെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാവിലെ ഉണർന്നെണീറ്റ് ഉത്തരവാദിത്തങ്ങളിലേക്ക് നീങ്ങും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സായാഹ്നത്തിൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. യുദ്ധകാലമാണ്, സൈന്യം യുദ്ധത്തിന് പോയിരിക്കുന്നു, അവിടെ രൂക്ഷ പോരാട്ടം നടക്കുന്നു, വാഗ്ദാന പേടകം അവിടെയുണ്ട്. എന്നിട്ട് കൊട്ടാരത്തിൽ താമസിക്കുന്ന ദാവീദ് അസുഖമായതുകൊണ്ടാണ് പോകാത്തത് യുദ്ധത്തിന് എന്ന് സൂചനയില്ല. ജോലി തിരക്ക് കൊണ്ടാണ് പോകാത്തത് എന്ന് സൂചനയില്ല. മറിച്ച് ദാവീദ് തൻ്റെ ദിവസം മുഴുവനും അലസതയെ ചെലവഴിക്കുന്ന പോലത്തെ ഇംപ്രഷനാണ് കിട്ടുന്നത്. സായാഹ്നത്തിൽ കിടക്കിൽ എഴുന്നേറ്റു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അല്പം ക്ഷീണം കൊണ്ടൊക്കെ കിടന്ന് വിശ്രമിക്കുകയായിരുന്നെങ്കിൽ കിടക്കിയിരുന്ന വൈകുന്നേരം എണീറ്റാൽ ഒരുപാട് ഭരണ നിർവഹണ വിഷയങ്ങൾ, ഫയലുകൾ, കാര്യങ്ങളെല്ലാം അപ്പുറത്തുണ്ടാവും. അങ്ങോട്ട് വേഗം ചെന്നിട്ട് ആൾക്കാരെ, മന്ത്രിമാരെ അല്ലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, തീരുമാനിക്കുന്നു. അങ്ങനെയുള്ളൊരു നടപടിയിലേക്കാണ് വൈകുന്നേരം ദാവീദ് പോവുക. അതുമല്ല, അങ്ങനെ കിടക്കയിൽ എഴുന്നേറ്റിട്ട് ദാവീദ് കാര്യനിർവഹണത്തിന് പോകുന്നതിന് പകരം കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലേക്ക് കയറി ഉലാത്തുവാനായിട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ വളരെ ലാഘവ മനോഭാവത്തോടെ വളരെ റിലാക്സഡ് ആയിട്ടുള്ളൊരു ടൈം ടേബിളിലാണ് ദാവീദ് നീങ്ങുന്നത്. യുദ്ധത്തിൻ്റെ ഒരു പിരിമുറുക്കമോ വാഗ്ദാന പേടകം യുദ്ധക്കളത്തിലാണല്ലോ എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷ ചിന്ത ഒന്നും ദാവീദിനെ അലട്ടുന്നേയില്ല. അങ്ങനെ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. നമുക്കറിയാം, കൊട്ടാരം സാധാരണ മറ്റു ഭവനങ്ങളെക്കാൾ വലിയ കെട്ടിടമായിട്ട് ഉണ്ടാക്കിയതായിരിക്കാം. അതിന് മട്ടുപ്പാവിലാണ് ദാവീദ് നടക്കുന്നത്. മട്ടുപ്പാവിൽ നടക്കുമ്പോൾ തൊട്ട് ചുറ്റുപാടുമുള്ള വീടുകളുടെയൊക്കെ മറപ്പുരകളും കുളിപ്പുരകളും ഒക്കെ മൂടിയൊന്നും ഇല്ലാത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മറയുടെ ഉപയോഗം അവിടെ വരികയില്ല. അപ്പം കുളിമുറിക്കകത്ത് കുളിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ മുകളിൽ നിന്ന് നോട്ടം ചെല്ലുന്നൊരവസ്ഥ നമുക്കവിടെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുകയാണ്. അടുത്തൊരു വചനം പറയുന്നത് അവൾ അതീവ സുന്ദരിയായിരുന്നു. എന്തുകൊണ്ടാണ് വചനം ഇത് എടുത്തു പറയുന്നത്? ഇവിടെ കാണുന്നതായിട്ട് ഒറ്റ വ്യക്തിയേ ഉള്ളൂ, ദാവീദ് മാത്രം. അപ്പോൾ ദാവീദ് കണ്ട കാര്യമാണ് ഈ പറയുന്നത്, അവൾ അതീവ സുന്ദരിയായിരുന്നു. ഇവിടെ അടുത്ത വായിക്കുന്നത് ദാവീദ് ആളയച്ച് അവൾ ആരാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ ദാവീദ് മയങ്ങി മുഴുകി നിന്നു എന്നാണ് അതിൻ്റെ സൂചന. അതുകൊണ്ടും ഒരുപക്ഷെ തൃപ്തിയാകാഞ്ഞിട്ട് ദാവീദ് ഇതാൾ ആരാണ് എന്ന് താഴെ വന്നിട്ട് ഭൃത്യരെ വിട്ട് അന്വേഷിക്കുന്നു. അപ്പോൾ അറിയുകയാണ് ഏലിയാമിൻ്റെ മകളും ഹിത്യനായ ഊറിയയുടെ ഭാര്യയുമായ ബേർശബയാണ് അവളെന്നറിഞ്ഞു. ഈ ഊറിയ യുദ്ധം ചെയ്യാനായിട്ട് പോയിരിക്കുന്ന ഒരു ഭടനാണ്. അപ്പോൾ ദാവീദിന് പെട്ടെന്ന് മനസ്സിലായി അവളുടെ ഭർത്താവ് വീട്ടിലില്ല, അവൾ തനിച്ചേ ഉള്ളൂ. ഇതറിയുന്ന ദാവീദ് 4-ാം വാക്യം വായിക്കുകയാണ്, അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആളെ അയക്കുന്നു. രാജാവ് ഭടനെ അയച്ച് ആവശ്യപ്പെടുമ്പം അവൾ പെട്ടെന്ന് ഒരുങ്ങി കൊട്ടാരത്തിലേക്ക് വരുന്ന കാര്യം അറിഞ്ഞുകൂടല്ലോ, ഭർത്താവ് യുദ്ധം ചെയ്യാൻ പോയിരിക്കുകയല്ലേ, എന്തെങ്കിലും വിശേഷമാണോ? വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത വചനം പറയുകയാണ്, അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു.
അവൾ ഗർഭം ധരിച്ചു, അവൾ ആളയച്ച് ദാവീദിനെ വിവരം അറിയിച്ചു. അവൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അപ്പം ഇങ്ങനെ ഒരു വളരെ ഇതുവരെ ദാവീദിൻ്റെ ലൈഫിൽ ഇതുവരെ നമ്മൾ കണ്ടുവന്നതായ കാര്യങ്ങളുമായിട്ട് ഒന്നും ചേരാത്ത ഒരു നടപടി ദാവീദിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. ഞാനിത് ഓരോ വാക്യവും ഇങ്ങനെ വായിച്ച് ഇങ്ങനെ വിശദീകരണം തരാനായിട്ട് ഉദ്യമിക്കുന്നത് നമ്മൾ മുൻ സെഷനിൽ പറഞ്ഞതായ ഒരു കാര്യം കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ സ്ത്രീ കുളിക്കുന്നത് കണ്ടു, അവൾ അതീവ സുന്ദരിയായിരുന്നു. അപ്പോൾ ദാവീദ് നോക്കി നിന്നു എന്നാണ് സൂചന. നോക്കി നിൽക്കുന്ന ദാവീദിൻ്റെ മനസാക്ഷിയിൽ ഒരു ദൈവസ്ഥലത്തിൻ്റെ വിവേചനത്തിൻ്റെ മുന്നറിയിപ്പും കിട്ടുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു മുന്നറിയിപ്പ് കിട്ടുന്നില്ല. നമ്മൾ മനസാക്ഷി പറഞ്ഞ കാറിൻ്റെ പുറകുവശത്ത് സൈഡിൽ സെൻസറുകളുണ്ട്, അവ സജീവമാണ്, ആക്റ്റീവാണ്. എങ്കിൽ ഒരു അപകടത്തിൻ്റെ സാധ്യത വരുമ്പോഴേ ഈ സെൻസറുകൾ അപായശബ്ദം മുഴക്കും. അത് ഡ്രൈവർ ശ്രദ്ധിച്ചിട്ട് വണ്ടി അതനുസരിച്ച് ക്രമീകരിക്കും. ഇവിടെ ഈ ദാവീദിൻ്റെ മനസാക്ഷി ഈ മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്ന വ്യക്തി കുളിക്കുന്നത് നോക്കി നിൽക്കുന്നത് ഇടവന്നിട്ട് മനസാക്ഷി ഒരു സ്വരവും വരുന്നില്ല. ഈശോ പഠിപ്പിക്കുന്നത് നമുക്കറിയാം, ആസക്തിയോടെ നോക്കുന്നവർ ഹൃദയത്തിൽ പാപം ചെയ്തു കഴിഞ്ഞു. ദാവീദിൻ്റെ നോട്ടം ഇവിടെ ആസക്തിയുടെ നോട്ടമായിട്ട് പോയി എന്നുള്ളതിൻ്റെ ഉറപ്പാണല്ലോ, വ്യക്തതയാണല്ലോ. അവളെ പിന്നെ അന്വേഷിക്കുന്നു, ഭർത്താവില്ലെന്നറിയുമ്പോൾ വിളിച്ചു വരുത്തുന്നു, അവളുമായിട്ട് പാപം ചെയ്യുന്നു. അപ്പോൾ ആസക്തിയുടെ ലൈനിലാണ് ദാവീദ് പോകുന്നത്. പക്ഷെ ദാവീദിന് ഇതിലൊന്നും ഒരു മനസാക്ഷിയുടെ സ്വരം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഞെടുക്കേണ്ട ഒരു വിഷയം. മനസാക്ഷി അല്പമെങ്കിലും സജീവമാണ് എങ്കിൽ മഹാരാജാവായിരിക്കുന്ന വ്യക്തി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാഴ്ച കാണുമ്പോൾ ഒരിക്കലും നോക്കി അല്ലെങ്കിൽ കണ്ടു നോക്കി അവിടുന്ന് മാറിപ്പോകും. കണ്ണ് ഉള്ള വ്യക്തികൾ കാണും. കണ്ണ് കാണാൻ വേണ്ടിയുള്ള നമുക്കറിയാം, ഏത് കാര്യം നമ്മൾ കാണണം. കണ്ടിട്ട് നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. കാണുക എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം, ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഒരു സ്വാഭാവിക പ്രവർത്തന തലമാണ്. കണ്ണുണ്ടെങ്കിൽ കാണും എന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ. പക്ഷെ അങ്ങനെ കാണുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണെന്ന് നമ്മുടെ ചിന്തയിൽ വരുമ്പോഴാണല്ലോ നോക്കുന്നത്. നോക്കി നമ്മൾ വഴി നടന്നു പോകുമ്പോൾ എന്തോ വഴി കിടക്കുന്നത് കണ്ടു, കണ്ണുള്ളത് കൊണ്ട് കണ്ടു, നോക്കിയപ്പോൾ കണ്ടു അതൊരു പാമ്പാ. അപ്പം നമ്മൾ പെട്ടെന്ന് നിന്നു, അല്ലെങ്കിൽ തല്ലിക്കൊന്നു, അല്ലെ വഴി മാറിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ പോയപ്പോൾ എന്തോ കണ്ടു വഴി കിടക്കുന്നു, പെട്ടെന്ന് നോക്കി ഒരു പേഴ്സ് കിടക്കുകയാണ്. പിന്നെ പോയ ആരുടെയെങ്കിലും താഴെ പോയതായിരിക്കും. ഉടനെ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് നോക്കിയിട്ട് വിളിക്കുകയാണ്, ആരുടെയാ പേഴ്സ് നഷ്ടപ്പെട്ടത് ഉണ്ടോ. അപ്പോൾ കാണുക എന്ന് പറയുന്നത് നോക്കുക എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. നോക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്, കാണുക എന്നുള്ളത് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരടയാളമാണ്. ഈശോയുടെ പിന്നെയുള്ള പ്രബോധനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മത്തായി 5-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനത്തിൽ ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഇവിടെ ദാവീദ് ആസക്തിയോടെ നോക്കി, അതുകൊണ്ടാണ് ആളന്വേഷിക്കുന്നത്, അവളെ വിളിച്ചു വരുത്തി പാപത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയും നോട്ടമുണ്ടായിട്ടും ദാവീദിൻ്റെ മനസാക്ഷി എന്തേ ഒരു മുന്നറിയിപ്പ് കൊടുക്കാത്തത്? ഏതൊരു സാധാരണ മനസാക്ഷിയുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഒരു ആറ്റ് തീരത്തുകൂടെ നടന്ന് വല്ലതും പോകുമ്പം കടവിൽ ആരെങ്കിലും കുളിക്കുന്നു, അറിയാവുന്നവരാണെങ്കിലും അല്ലെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണേലും സാമാന്യ മാന്യതയുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം അവിടെ നോക്കി നിൽക്കാൻ പാടില്ലത് അഭംഗിയാണ്, അത് ഉചിതമല്ല. അവർ അതിലേക്ക് കടന്നങ്ങ് പോകുന്നു, കാണാത്ത പോലെ അറിയാത്ത പോലെ ജസ്റ്റ് കടന്നങ്ങ് പോകും, അല്ലെ ജസ്റ്റ് ഒന്ന് മുഖത്തേക്ക് നോക്കി ഒരു ഹായ്, അത്രേ ഉള്ളൂ. അതിനപ്പുറം അവിടെ നിന്ന് കുളിക്കുന്നവർക്ക് ആരും ഭർത്താവ് പറഞ്ഞ് നിൽക്കാറില്ല. പക്ഷെ ആ ഒരു മാന്യത പോലും ഇവിടെ ദാവീദിന് ഇല്ലെന്നായി പോയി എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. വീണ്ടും നമ്മൾ കണ്ടു, അവളെ വിളിച്ചു വരുത്തുന്നു. ഇനി വിളിച്ചു വരുത്തി കഴിഞ്ഞ് അവളെ കണ്ട് സംസാരിച്ചു, കൊള്ളാം എന്നെ ആളാന്ന് പറഞ്ഞ് അവളെ വിട്ടു, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങനെയല്ല, അവളുമായിട്ട് പാപകരമായ ബന്ധത്തിലേക്ക് ദാവീദ് ഇറങ്ങുകയാണ്. എന്നിട്ട് അവളെ പറഞ്ഞു വിടുന്നു. ഏതാനും ദിവസം കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് അറിയിക്കുകയാണ് അവൾ ഗർഭവതിയായിരിക്കുന്നു. ഇത് കേൾക്കുന്ന ദാവീദിൻ്റെ പ്രതികരണം നമ്മൾ തുറന്ന് ശ്രദ്ധിക്കുകയാണ്. 6-ാം വാക്യം, അപ്പോൾ ദാവീദ് യോവാബിന് സന്ദേശം കൊടുത്തയച്ചു, ഹിത്തനെ ഊറിയായി എൻ്റെ അടുക്കിലേക്ക് അയക്കുക. ഇവിടെ ഭർത്താവിനെ സേനാനായകൻ്റെ പക്കൽ അറിയിപ്പ് കൊടുത്തിട്ട് വിളിച്ചു വരുത്തുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? യോവാബ് ഊറിയായെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിൻ്റെയും പടയാളികളെ ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു. ഇപ്പോൾ ദാവീദിന് അറിയാം യുദ്ധം നടക്കുകയാണ്, എല്ലാ കാര്യം അറിയാം. ഇപ്പോഴാണ് അന്വേഷിക്കുന്നത്. അതുവരെ അന്വേഷിക്കുന്നവരോട് നമ്മൾ വചനത്തിൽ കാണുന്നില്ല. അന്വേഷിച്ചിട്ടില്ല എന്നർത്ഥമില്ലെങ്കിൽ പോലും അങ്ങനെ പറയുന്നില്ല. പിന്നെ ദാവീദ് ഊറിയയോട് പറഞ്ഞു,
നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക. ഉറിയ കൊട്ടാരത്തിൽ നിന്ന് പോയി രാജാവ് അവന് സമ്മാനവും കൊടുത്തയച്ചു. എന്നാൽ ഉറിയ വീട്ടിൽ പോയില്ല. അപ്പോൾ സമ്മാനം കൊടുക്കാൻ കാരണം എന്താണ്? വീട്ടിൽ പറഞ്ഞാൽ കാരണം എന്താണ്? ഉറിയ യുദ്ധം ചെയ്ത് മടുത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു പടയാളിയാണല്ലോ, ഒന്ന് വിശ്രമിക്കട്ടെ എന്നുള്ളതല്ല. നമുക്ക് കാര്യം വ്യക്തമാണ്. അവളിൽ ഉറിയയുടെ ഭാര്യ ഉണ്ടായിരിക്കുന്ന ഗർഭധാരണം ഭർത്താവ് വഴിയാണ് സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. നമ്മളോട് വായിക്കുകയാണ് 9-ാം വാക്യം. എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല, കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. കാരണം പിറ്റേ ദിവസം ദാവീദ് അന്വേഷിച്ചു, താല്പര്യമാണ്, അന്വേഷിച്ചു, വീട്ടിൽ പോയോ? നീ യാത്ര കഴിഞ്ഞ് വരികയല്ലേ, വീട്ടിലേക്ക് പോകാഞ്ഞത് എന്ത്? ദാവീദ് ഊറിയയോട് ചോദിച്ചു. താല്പര്യത്തോടെ ചോദിക്കുകയാണ്. 11-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഊറിയയുടെ മറുപടിയാണ്. ഊറിയ പറയുകയാണ്, ഇസ്രയേലും യൂദയായും യുദ്ധരംഗത്താണ്, പേടകവും അവരോടൊപ്പമുണ്ട്. എൻ്റെ യജമാനായ യോവാബും അങ്ങയുടെ സേവകരും വെളിമ്പ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ ചെന്ന് തിന്നു കുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? അങ്ങാണ് എനിക്ക് സാധ്യമല്ല, അങ്ങാണ് എനിക്ക് സാധ്യമല്ല. ഈ ഒരു വചനം 11-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഈ ഒരു യുവാവിലൂടെ, യുവ ഭടനിലൂടെ ദാവീദിനോട് സംസാരിക്കുന്നതാണ്. അങ്ങാണ് എനിക്ക് സാധ്യമല്ല. എന്ത് കാര്യം സാധ്യമല്ല? എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സേനാനായകൻ യോവാബ്, ഇവരെല്ലാം വെളിമ്പ്രദേശത്ത് താവളം അടിച്ച് കടന്ന് വെയിലും മഞ്ഞും മഴയും ചൂടുമേറ്റ് യുദ്ധം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വാഗ്ദാന പേടകവും അവിടെയുണ്ട്, കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവിടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു നിമിഷം പോലും അവിടെ തന്നെ മനസ്സ് മാറുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കെ അങ്ങ് വിളിച്ചോണ്ട് ഞാൻ വന്നിപ്പം ഇവിടെ അങ്ങനെ കൂടെയാണ് ഇപ്പം. പക്ഷേ വീട്ടിൽ പോയി ഇതെല്ലാം മറന്നിട്ട് ഒരു ദിവസം സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി വിശ്രമിക്കാൻ, ഭാര്യയോടെ ആയിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല പ്രഭോ. അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത്, എന്നെ പറഞ്ഞു വിട്ടേരെ, അങ്ങാണ് എനിക്ക് സാധ്യമല്ല. ഈ ഒരു പറച്ചിലിൽ പരിശുദ്ധാത്മാവ് ദാവീദ് ചോദിക്കുകയാണ്, നീ കണ്ടോ, നീ കേട്ടോ ആ യുവാവിൻ്റെ മനസാക്ഷി എവിടെ നിൽക്കുന്നു എന്നുള്ളത്? നീ എന്താ ചെയ്തിട്ടായിരിക്കുന്നത്? ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദാവീദിന് ഭാര്യമാരും ഉപനാരികളുമായിട്ട് 600 പേര് അന്തഃപുരത്തിലുണ്ട്, ഭാര്യാസ്ഥാനത്തുള്ളവർ. അങ്ങനെയുള്ളവരുടെ കൂടെയാണ് നമ്മൾ വായിച്ച വചനം വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ വൈകുന്നേരം സായാഹ്നം വരെയും ദാവീദ് അന്തഃപുരത്തിൽ കിടക്കയിൽ ആയിരുന്നത്. സൂചന അങ്ങനെയാണ്. നമ്മളാരെയും വിധിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, നമ്മൾ ഇതിൻ്റെ കാര്യം മനസ്സിലാക്കാൻ നോക്കുകയാണ്. അപ്പം അത്രയും സുഖലോലുപതയിൽ ദാവീദിൻ്റെ ഉള്ള് കുതിർന്ന് കർത്തവ്യ വിലോപം, ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് പോകുന്നില്ല. കർത്താവിൻ്റെ വാഗ്ദാനപടെ യുദ്ധരംഗത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതേക്കുറിച്ച് ഒരു ആകാംക്ഷ ഉത്കണ്ഠ ഒന്നുമില്ല. ഇതിനെല്ലാം നടുവിൽ വീണ്ടും 600 ഭാര്യമാരുണ്ടായിട്ടും അതുകൊണ്ട് തൃപ്തിയായിട്ടില്ല എന്ന മട്ടിൽ അയലക്കാരൻ്റെ ഭാര്യയെ വിളിച്ചു വരുത്തി വ്യഭിചാരം ചെയ്തിട്ട് അത് മൂടി വെക്കാനായിട്ട് നോക്കുന്ന ഒരു ദയനീയ അവസ്ഥയിൽ ദാവീദിനെ നമ്മൾ കാണുകയാണ്. അങ്ങാണ് എനിക്ക് സാധ്യമല്ല. പരിശുദ്ധാത്മാവ് അതുവഴിയായിട്ട് ദാവീദിനോട് ശക്തമായിട്ട് മൂക്കിനിട്ട് ഇടിച്ചിട്ട് എന്നുപോലെ പറയുകയാണ്, നിൻ്റെ മനസ്സാക്ഷി എവിടെ പോയി ദാവീദേ? നിൻ്റെ മനസ്സാക്ഷി എവിടെ പോയി ദാവീദേ? ഇവൻ്റെ മനസ്സാക്ഷി നീ കണ്ടോ? എൻ്റെ വാഗ്ദാന പേടകം യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ നടുവിൽ ഏതവസരത്തിൽ ശത്രുക്കളെ കീഴ്പ്പെടുത്താം. നിനക്ക് വല്ല ചിന്തയുണ്ടോ? ഈ വാഗ്ദാന പേടകം നീ ഒരിക്കലും എങ്ങനെയാണ് ബഹുമാനിച്ച് നിർത്തഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നത്? ഇപ്പം നിൻ്റെ മനസ്സാക്ഷി എവിടെ പോയി? 600 ഭാര്യമാർ നിനക്കുണ്ടായിട്ട് രാത്രിയും പകലും അവരുടെ കൂടെ ആയിരുന്നിട്ട്, എന്നിട്ട് അന്യൻ്റെ ഭാര്യയെ നീ അപഹരിച്ച് പാപം ചെയ്തിരുന്നിട്ടും നിനക്ക് മനസ്സാക്ഷിക്കടിയുണ്ടോ? നിൻ്റെ ഉള്ളിൽ എന്ത് നൊമ്പരപ്പെടാത്ത, നിനക്ക് എന്ത് സംഭവിച്ചു നീ അറിഞ്ഞേ? പക്ഷെ ഇത്രയും കേട്ടിട്ടും ദാവീദിന് ഒന്നും തിരിയുന്നില്ല. അടുത്ത വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, 12-ാം വാക്യം. അപ്പോൾ ദാവീദ് ഊറിയായോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇന്നും നീ ഇവിടെ താമസിക്കുക, നാളെ നിന്നെ മടക്കി അയക്കാം. അങ്ങനെ അന്നും പിറ്റേന്നും ഊറിയ ജെറുസലേമിൽ താമസിച്ചു. ദാവീദ് അവനെ ക്ഷണിച്ചു. അന്ന് വൈകുന്നേരം ക്ഷണിച്ചു. എന്തിനാണ്? അത്താഴം കഴിക്കാൻ. അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ച് പാനം ചെയ്തു. ദാവീദ് അവനെ കുടിപ്പിച്ച് മത്തനാക്കി, മദ്യം കൊടുത്ത് വീഞ്ഞു കൊടുത്ത് കുടിപ്പിച്ച് മത്തനാക്കി ലഹരി പിടിപ്പിച്ചു. എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല. രാജഭൃത്യന്മാരുടെ കൂടെ അവൻ വിരിപ്പി കഴിഞ്ഞുകൂടി. മത്ത് പിടിച്ചാലെങ്കിലും അവൻ്റെ ഈ രാജഭക്തിയും കർത്താവിൻ്റെ വാഗ്ദാന പടകത്തുള്ള ചിട്ടയെല്ലാം ഒന്ന് മറന്നിട്ട് വീട്ടിൽ പോയേക്കുമെന്ന് ദാവീദ് വിചാരിക്കുകയാണ്.
അപ്പോൾ അവൻ വഴി പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങളൊന്നും ദാവീദിൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ടേ ഇല്ല, ഏശിയിട്ടേ ഇല്ല. ദാവീദ് അവഗണിക്കുകയാണ്. ഇവരെ കൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഒരു ദിവസം കിടത്താനാണ് ദാവീദ് നോക്കുന്നത്. എന്നിട്ട് പോയില്ലെന്ന് കാണുമ്പോൾ 14-ാം വാക്യം, രാവിലെ ദാവീദ് ഉറിയയുടെ കൈവശം യോവാബിന് ഒരു എഴുത്ത് കൊടുത്തയച്ചു. സേനാനായകൻ എഴുത്ത് കൊടുത്ത് വിടുകയാണ്. അവൻ ഇങ്ങനെ എഴുതി: ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഉറിയായെ മുന്നണിയിൽ നിർത്തുക, പിന്നെ അവൻ വെട്ടേറ്റ് മരിക്കേണ്ടതിന് അവനെ വിട്ട് പിൻവാങ്ങുക. ഇത് മനസാക്ഷി പൂർണ്ണമായിട്ടും അറ്റുകെട്ട് പോയ ഒരു അതുപോലെ അധപ്പതിച്ച ഒരു വ്യക്തിക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന നടപടിയാണ്. വ്യഭിചാരം ചെയ്തു, അതിൻ്റെ ഭാര്യയെ നശിപ്പിച്ചത് മൂടി വെക്കാനുള്ള പരിശ്രമം നോക്കി, അത് വിജയിക്കുന്നില്ലെന്ന് കാണുമ്പോഴെങ്കിലും ദൈവമേ, ഞാൻ ചെയ്ത് തെറ്റിപ്പോയല്ലോ, ഇവൻ്റെ മനസാക്ഷി കണ്ടോ, എത്ര ചിട്ടയിൽ ഈ ചെറുപ്പക്കാരനായിരുന്നിട്ട് പോലും അവൻ ഓടുന്നത്, രാജ്യത്തിന് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ തിരുത്തണമല്ലോ. ഈ ചിന്തയൊന്നും വരുന്നില്ല. രണ്ടാമത്തെ പാപത്തിലേക്ക് ദാവീദ് അറിഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. ഇവൻ്റെ തന്നെ കയ്യിൽ അവൻ്റെ കൊലക്കുറിപ്പ് കൊടുത്തു വിടുകയാണ് സൈന്യാധിപൻ്റെ പക്കലേക്ക്. തൻ്റെ കൊലക്കുറിപ്പാണ് കയ്യിലിരിക്കുന്നത് അറിയാതെ അത് ഭദ്രമായിട്ട് മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ ഓടുകയാണ് യുദ്ധരംഗത്തേക്ക്. സേനാനായകൻ്റെ പക്കൽ കൊണ്ടുപോയത് കൊടുത്തു. നേരെ യുദ്ധത്തിന് വേണ്ടി റെഡിയാകുന്നു. സേനാനായകന് കത്ത് തുറന്ന് വായിച്ച് കാണിഞ്ഞപ്പോൾ ഞടുങ്ങിക്കാണും, എന്താണ് മഹാരാജാവ് പറയുന്നത്. പക്ഷെ തിരുവായിക്ക് എതിർവായില്ല. അതുപോലെ തന്നെ സേനാനായകൻ പ്രവർത്തിക്കുകയാണ്. ഈ ഉറിയായെ മുന്നണിയിൽ നിർത്തിയിട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി ഉഗ്രമായ പോരാട്ടം നടന്ന അവസരത്തിൽ കൂടെ നിൽക്കുന്നവരെ സേനാനായകൻ പിൻവലിച്ചു. ഉറിയ വെട്ടേറ്റ് മരിക്കുകയാണ്. അങ്ങനെ ഉറിയ കൊല്ലപ്പെടുകയാണ്. ഈ വിവരം ദാവീദിനെ അറിയിക്കുമ്പോഴേക്കും ദാവീദ് വളരെ കപടമായ രീതിയിൽ വിലപിച്ച്, കഷ്ടം, നല്ലൊരു യോദ്ധാവായിരുന്നു, ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നതായിട്ട് നമ്മൾ 25 മുതലുള്ള വാക്യങ്ങൾ കാണാം. എന്നിട്ട് അദ്ദേഹം വളരെ കപടമായ രീതിയിൽ യോവാബിന് മറ്റാൾക്കാർക്കും മെസ്സേജ് കൊടുത്ത് വിടുകയാണ്. യുദ്ധമല്ലേ, ആരൊക്കെ മരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ലല്ലോ, അതുകൊണ്ട് ആരും അധീനരാകരുത്, സാരമില്ല, ശക്തമായിട്ട് പൊരുതി മുന്നോട്ട് കയറിക്കൂ. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രോത്സാഹനത്തിൻ്റെ വാക്കും പറയുകയാണ്. ഇവിടെ വലിയ കള്ളത്തരം, വീണ്ടും കപടമായ അഭിനയവും തിന്മ നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ദാവീദിൻ്റെ ജീവിതം ഇങ്ങനെ പടിപടിയായിട്ട് തിന്മയിലേക്ക് ഊർന്നൂർന്ന് പോകുന്നു. ദാവീദ് ഇതിൻ്റെ ഗൗരവം അറിയുന്നില്ല. സൂചിപ്പിച്ച പോലെ ദാവീദിൻ്റെ മനസാക്ഷി എവിടെയോ ഇതിനു മുമ്പ് അവിഞ്ഞ് കെട്ട് നിഷ്പ്രഭമായി പ്രവർത്തനരഹിതമായിട്ട് പോയിരിക്കുന്നു. നമുക്കതേപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാം. വരും സെഷനിൽ കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.